നന്മ നശിച്ച ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരമെടുത്തുവെന്നാണ് പുരാണങ്ങളും ഗ്രന്ഥങ്ങളും പറയുന്നത്. വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ ദേവകിയുടെയും വസുദേവിന്റെയും പുത്രനായാണ് പിറവിയെടുത്തത്. ദൈവികത, സ്നേഹം, നീതി എന്നിവയുടെ പ്രതീകമായിട്ടാണ് ആളുകൾ കൃഷ്ണനെ കാണുന്നത്. ഗോകുലാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി, കൃഷ്ണാഷ്ടമി, കൃഷ്ണജന്മാഷ്ടമി എന്നിങ്ങനെയും ഈ ആഘോഷം അറിയപ്പെടുന്നു. അഷ്ടമി രോഹിണി എന്ന് പൊതുവിൽ പറയുമെങ്കിലും കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആഘോഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ദീപങ്ങൾ തെളിയിച്ച് പാട്ടുകൾ, നൃത്തങ്ങൾ, ഉറിയടി മത്സരം, ശോഭായാത്രകൾ എന്നിവയോടെ ഇത് ആഘോഷിക്കപ്പെടുന്നു. കൃഷ്ണാഷ്ടമി അഥവാ ഗോകുലാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ഉത്സവം ശ്രാവണത്തിലെ കൃഷ്ണപക്ഷം 8ാം ദിവസമാണ് കൊണ്ടാടുന്നത്. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായും ആരാധിക്കുന്നു. മഞ്ഞപ്പട്ടുടുത്ത് മയിൽപീലികൾ മുടിയിൽ ചൂടി ഓടക്കുഴലും കയ്യിലേന്തിയ ഉണ്ണിക്കണ്ണന്മാർ കൂടെ രാധമാരും ഈ ദിവസം നഗരപ്രദക്ഷിണം വയ്ക്കും. ഗുരുവായൂരിലും മറ്റ് കൃഷ്ണക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ്. ഗുരുവായൂരപ്പന് നിവേദിച്ച പാൽപ്പായസം ഉൾപ്പെടെയുള്ള വിശേഷാൽ പ്രസാദകൂട്ടാണ് അഷ്ടമിരോഹിണി നാളിലെ പ്രത്യേകത. പ്രസിദ്ധമായ ആറന്മുള അഷ്ടമരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ക്ഷേത്രത്തിനുള്ളിൽ 60,000 പേർക്കും പുറത്ത് 10,000 പേർക്കുമാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. അഷ്ടമിരോഹിണി ദിനത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശോഭായാത്രകളും വൈകിട്ട് നടക്കും. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനിലും യമുനാ തീരത്തുമാണ് വലിയ ആഘോഷങ്ങൾ നടക്കുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും രാസലീലാ നൃത്തങ്ങളും നടക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.